ഗണേഷ് സ്വാമിയുടെ കൈപ്പുണ്യം കടൽ കടന്നും സദ്യ ഒരുക്കാൻ അവസരം. പാചകം ഒരു കലയാണ്. വേണ്ട ചേരുവകൾ വേണ്ട പോലെ ചേർത്താലേ ഭക്ഷണം രുചിയാകുകയുള്ളൂ. പാചകകലയിൽ തിളങ്ങിയ ആളാണ് ഗണേഷ് സ്വാമി. വടക്കാഞ്ചേരിക്കടുത്ത് കുമ്പളങ്ങാട് പള്ളിമണ്ണ പുത്തൻമഠത്തിൽ സൂര്യനാരായണൻ ലക്ഷ്മി ദമ്പതികളുടെ ആറാമത്തെ മകനാണ് ഗണേഷ് സ്വാമി. 30 വർഷം മുമ്പാണ് തന്റെ പേരും സാക്ഷാൽ ഗണപതി ഭഗവാന്റെ പേരും ചേർത്ത് വിനായക കാറ്ററിംഗ് എന്ന സ്ഥാപനം ആരംഭിച്ചത്. അതുകൊണ്ട് തന്നെ തന്റെ കർമ്മമണ്ഡലത്തിൽ ഇതുവരെ വിഘ്നങ്ങളൊന്നും സംഭവിച്ചിട്ടില്ലെന്ന് ഗണേഷ് സ്വാമി പറയുന്നു. ഗണേഷ് സ്വാമിയുടെ സദ്യയുടെ രുചി അറിഞ്ഞവരാണ് അറേബ്യൻ രാജ്യങ്ങളിൽ വരെ സദ്യ ഒരുക്കാൻ ഗണേഷ് സ്വാമിക്ക് അവസരം കൂടിക്കില്ല. തിരുവനന്തപുരം പത്മനാഭസ്വാമി ക്ഷേത്രം, കോഴിക്കോട് തളി ശിവക്ഷേത്രം, ആറ്റുകാൽ ഭഗവതി ക്ഷേത്രം, പൂങ്കുന്നം ശ്രീരാമക്ഷേത്രം, വിയൂർ മണലാർക്കാവ് ക്ഷേത്രം, കോയമ്പത്തൂരിലെ മലയാളി സമാജം, പാർലിക്കാട് ഭാഗവത തത്വ സംസ്ഥത്രം തുടങ്ങിയിടങ്ങളിൽ വിശേഷങ്ങൾക്ക് സദ്യ ഒരുക്കുന്നത് ഗണേഷ് സ്വാമിയാണ്. ഗണേഷ് സ്വാമിയുടെ സദ്യ ഗംഭീരമാണെന്ന് കല്യാൺ സിക്സ് ഉടമ പട്ടാഭിരാമൻ പറഞ്ഞു. ഞങ്ങൾ ശ്രീ സീതാരാമസ്വാമി ക്ഷേത്രത്തിൽ ഉത്സവം നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ ഉച്ചവരിൽ നിന്നാണ് ഞാൻ സംസാരിക്കുന്നത്. ഇതിന് വലിയൊരു കൈപ്പുണ്യം കൂടിയുണ്ട്. ഇത് ഈ അദ്ദേഹത്തിൻ്റെ ഒന്നും, അതായത് നൈവേദ്യമാണ്. കഴിച്ച് ടേസ്റ്റ് നോക്കിയിട്ട് തയ്യാറാക്കാൻ പറ്റില്ല. അപ്പോൾ കൈകൊണ്ടാണ് മധുരമായാലും ഉപ്പായാലും ഒക്കെ ഉണ്ട്. എന്നിട്ടും ഇത്രയും ടേസ്റ്റി ആയിട്ട് ഒരാൾക്കും കംപ്ലൈൻ്റ് ഇല്ല. മാത്രമല്ല ചില ദിവസം 1500 ആവും, ചിലപ്പോൾ 2000 ആവും, 2500 ആവും. ഈ ക്രൗഡിൽ ഇങ്ങനെ നടന്ന് നോക്കി അവരെല്ലാവരും തൃപ്തിപ്പെടുത്തേണ്ട അരി വേണ്ടി വന്ന് ഇടാനോ സാമ്പാർ ശരിയാക്കാനോ എല്ലാത്തിനും അത് വലിയൊരു പ്രാവീണ്യം തന്നെയാണ്. അത് ഒരു MBA കോളേജിലോ ഒന്നിലും പഠിക്കാൻ പറ്റില്ല. അത് ഒന്ന് ദൈവാനുഗ്രഹം, ഈശ്വരാനുഗ്രഹം വേണം. 2 ഈ കലയോടുള്ളൊരു താല്പര്യം വേണം. മാത്രമല്ല ഞങ്ങളുടെ ക്ഷേത്രത്തിൽ തന്നെ അങ്ങനെ പണത്തിൻ്റെ പിന്നിൽ പോകുന്ന വ്യക്തിയല്ല. ഓരോന്ന് കഴിഞ്ഞാൽ നമ്മളത് കണ്ട് കൊടുക്കുന്നത് സ്വീകരിച്ച് പോകുന്ന വ്യക്തിയാണ്. കൂടെ പണിയെടുക്കുന്നവരുടെ കൂട്ടായ്മയ്ക്കും ആത്മാർത്ഥതയുമാണ് എത്ര പേർക്ക് സദ്യ ഒരുക്കാനും ഒരു ഫോൺ കോൾ മതി. പറഞ്ഞ ദിവസം പറഞ്ഞ സമയത്ത് സദ്യ ശരിയാകും.